സൗഖ്യമായി. ഓ എനിക്ക് സ്വോത്രം. നല്ല ഇപ്പൊ പൂർണ്ണ സൗഖ്യം. നേരത്തെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കി ഒട്ടും വേദനയില്ല. ഒട്ടുമില്ല. ഞാൻ എഴുന്നേറ്റതിലെ ഇപ്പം നടക്കും. എന്റെ കുഷ്യനെല്ലാം ഇട്ട് ചാരി ഞാൻ ഇരിക്കുവായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തു കളഞ്ഞു. കർത്താവേ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് ആമേൻ, യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ, പറഞ്ഞു. ഇന്നലെ ബ്രദറെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്റെ കൈയിന്റെ 2 മുട്ടും വേദനയായിരുന്നു. ഇന്നലെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ വേദനയില്ല, പൂർണ്ണ സൗഖ്യമാണ് എനിക്ക്. എത്ര നാള് വേദന ഉണ്ടായിരുന്നു? അതെനിക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കൈയിന്റെ മുട്ടും കാലിന്റെ മുട്ടൊക്കെ ഭയങ്കര വേദന ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ഒരു 5-6 മാസമായിട്ടുള്ളതാണ്. ഇപ്പൊ ഒട്ടും വേദനയില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യമായി കൈയിന്റെ മുട്ട്. പൂർണ്ണ സൗഖ്യം. അതിന്റെ അർത്ഥം ആ വൈറ്റമിൻ ഡിയുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നു, കർത്താവ് തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, പൂർണ്ണ സൗഖ്യം, വേദന മാറി. എന്റെ കർത്താവ് ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്ത് ബ്രദറെ, പറഞ്ഞു. എന്റെ കാലിന് ഏകദേശം 1 വർഷമായിട്ട് ഇടത്തെ കാലിന് 4 വിരലിനും പെരുപ്പും അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. ഇന്നലത്തെ കാലിന്റെ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയിൽ കർത്താവ് എനിക്കും വിടുതൽ വന്നു. ദൈവത്തിനാമം. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇല്ല. 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ആരാ ചെക്ക് ചെയ്തത്? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരുമില്ല, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, കൈവിട്ട് കളയരുതേ. ഇന്ന് കേട്ടതുപോലെ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. സൗഖ്യം എന്റെ ആവശ്യമല്ല, അവകാശമാണ്. കൽപ്പിക്കുക, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആമേൻ. മറ്റാരുമില്ലല്ലോ സാക്ഷ്യം പറയാൻ? ഒരു സാക്ഷ്യം പോലും മിസ്സാകരുതേ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ചെറമേൽ എന്ന് പറഞ്ഞ വീട്ടുപേര് ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടുപേര്. ചെറമേൽ എന്നുള്ള പ്രവചനം വെളിപ്പെട്ടത് അല്ലേ? അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. ദൈവം എന്തോ കാര്യം നിങ്ങളുടെ കൈമാറാൻ വേണ്ടി പോവാണേ. പ്രാർത്ഥിച്ചോണേ. തക്ക സമയത്ത് ദൈവ ഭവനത്തെ വിടിവിക്കാൻ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ. മറ്റാരെങ്കിലും ഉണ്ടോ? കർത്താവ് അങ്ങ് ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥന. നാളെ രാവിലെ മറക്കരുതേ. എവിടെയാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്? ആലപ്പുഴയിൽ ആദ്യമായിട്ട് നമ്മൾ പ്രയർ സ്റ്റേഷൻ വെക്കുവാണ്. എനിക്കറിയാം ആൾക്കാർ നമുക്ക് അവിടെ വലിയ ആളുണ്ട്, എനിക്ക് അറിയത്തില്ല എത്ര പേര്, എനിക്ക് അറിയത്തില്ല. ചുരുക്കമാണെങ്കിലും വലിപ്പമാണെങ്കിലും ദൈവം അയക്കുന്നവരെല്ലാം അവിടെ വരും. ആളുകളുടെ എണ്ണമല്ല, ദൈവം അയക്കുന്നവരെല്ലാം അവിടെ വരും. എത്ര ദൈവ നിയോഗമാണ്. അതുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. ആര് വന്നാലും 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുതൽ യേശു വരും. പിന്നെ എന്നാ പേടിക്കാനാ? 2-3 പേർ നാമത്തിൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടണത്തെ തൊടാൻ വേണ്ടിയുള്ള ആദ്യ അവസരം തമ്പുരാൻ തരുവാണ്. ആദ്യ വാതിൽ ദൈവം തുറക്കുവാണ്. അങ്ങനെയെങ്കിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ലൈവിൽ ജോയിൻ ചെയ്ത് വരാൻ എത്തുന്നവരെല്ലാം വരിക. കാലാവസ്ഥയിൽ മഴയൊക്കെ കൊണ്ട് യേശു അവസരം തരും. ദൈവം അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ.